എല്ലാവർക്കും നമസ്കാരം. പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗങ്ങളാണ്. കൊമേഴ്സ് ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കാൾ പിയേഴ്സനാണ്. കാൾ പിയേഴ്സൺ 1893 റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നാണത് പറയുക. റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്നുള്ള ഗ്രീക്ക് ലെറ്റർ വെച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അബ്സല്യൂട്ട് ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ വാരിയബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മെഷർ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ. അബ്സല്യൂട്ട് ഡിസ്പേഴ്സൺ, വാരിയബിലിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് കൂടുതലാണ് എങ്കിൽ, ഹൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ വാരിയബിലിറ്റി കൂടുതലാണ് എന്നാണ് പറയുക. സ്മോളർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് യൂണിഫോമിറ്റി ഉണ്ട് എന്നാണ് പറയുക. ഹൈ ഡിഗ്രി ഓഫ് ഒബ്സർവേഷൻ എന്നാണ്, യൂണിഫോം ആയിട്ടുള്ളതാണ്. ഹൈ ഡിഗ്രി ഓഫ് യൂണിഫോമിറ്റി ഉണ്ട് എന്നാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറഞ്ഞാൽ. അപ്പോൾ നമുക്കതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗങ്ങൾ നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ കേസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ മീൻ. ആക്ച്വൽ മീനിൽ നിന്ന് ഡീവിയേഷൻ എടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതി. ദെൻ രണ്ടാമത്തത് അസ്യൂംഡ് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ എടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന മറ്റൊരു രീതി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആക്ച്വൽ മീനിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണ്. റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് ബാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അരിത്തമാറ്റിക് മീനാണ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് എൻ എന്നുള്ളത്. ഇങ്ങനെയാണ് ഡീവിയേഷൻ ഫ്രം ആക്ച്വൽ മീനിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ കേസിൽ. ദെൻ നെക്സ്റ്റ്, ഡീവിയേഷൻ ഫ്രം അസ്യൂംഡ് മീനിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്. റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ആണ്. എ എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? അസ്യൂംഡ് മീനാണ്. അപ്പോൾ നമ്മളൊരു മീൻ അസ്യൂം ചെയ്യുന്നു, എന്നിട്ട് എക്സ് മൈനസ് എ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. ആ ഒരു രീതിയിലാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ കേസിൽ ഡീവിയേഷൻ ഫ്രം അസ്യൂംഡ് മീൻ എന്നുള്ള. ദെൻ ഡിസ്ക്രീറ്റ് സീരീസിനകത്തുള്ള കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മൂന്ന് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന്, ആക്ച്വൽ മീനിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്, അസ്യൂംഡ് മീനിൽ നിന്ന് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മൂന്നാമത്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ അതിൽ ആക്ച്വൽ മീനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി, ആക്ച്വൽ മീനിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് മൈനസ് എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് അരിത്തമാറ്റിക് മീനാണ്. ഡിസ്ക്രീറ്റ് സീരീസിനകത്ത് അരിത്തമാറ്റിക് മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആയിരിക്കും. ഫ്രീക്വൻസി കൂടി വരുന്നതാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ. അപ്പം എഫ് ഇൻറ്റു എക്സ് അതിൻ്റെ സിഗ്മ ഡിവൈഡഡ് ബൈ എൻ ആയിരിക്കും ഇവിടെ അരിത്തമാറ്റിക് മീൻ
കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എക്സ് മൈനസ് എക്സ് ബാർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആക്ച്വൽ മീനിൽ നിന്നാണ്. ദെൻ നെക്സ്റ്റ് അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ ഡി എന്നുള്ള ഉദ്ദേശിക്കുന്നത് എക്സ് മൈനസ് എ ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡി എന്താണ്, എക്സ് മൈനസ് എ ആണ്. ഇവിടുത്തെ എൻ എന്തായിരിക്കും, ഡിസ്ക്രീറ്റ് സീരീസിനകത്ത് എൻ എന്ന് പറഞ്ഞാൽ അത് സിഗ്മ എഫിന് തുല്യമായിരിക്കും. ഫ്രീക്വൻസിന് ടോട്ടലാണെന്ത് നമ്പർ എന്ന് പറഞ്ഞാൽ. എ അസ്യൂംഡ് മീനാണ്. അപ്പോൾ അസ്യൂംഡ് മീൻ നമ്മളൊരു അസ്യൂംഡ് മീനായിട്ടൊന്ന് എടുക്കുന്നു, എന്നിട്ട് എക്സ് മൈനസ് എ കാൽക്കുലേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അസ്യൂംഡ് മീനിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് ഡിസ്ക്രീറ്റ് സീരീസിനകത്ത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിനകത്ത് ഒരു ക്ലാസ് ഇൻ്റർവൽ കൂടി ഇതിനകത്ത് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു ഐ കൂടി വരും. ഇവിടുത്തെ ഈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ക്ലാസ് ഇൻ്റർവെല്ലാണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ, ഒന്ന് ശ്രദ്ധിക്കുക. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസ് ഇൻ്റർവെല്ലാണ്. നമുക്കറിയാം ഇവിടെ ഡി കാൽക്കുലേറ്റ് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ. എ എന്താണ്, അസ്യൂംഡ് മീനാണ്. എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ ഐ ആണ് ഇവിടുത്തെ ഡി എന്നുള്ളത്. ഐ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലാണ്. അപ്പം ഇങ്ങനെയാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിനകത്ത് ഡിസ്ക്രീറ്റ് സീരീസിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കണ്ടിന്യൂസ് സീരീസിനകത്തുള്ള നമുക്ക് നോക്കാം. കണ്ടിന്യൂസ് സീരീസിനകത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ സെയിം ഫോർമുല തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ എന്നുള്ള ഫോർമുല തന്നെയാണ്. ഇവിടെ എന്താണ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ ഐ എന്നുള്ളതാണ് ഇവിടുത്തെ ഡി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് സീരീസിനകത്ത്. ഇനി നമുക്ക് മറ്റൊരു ഭാഗം കൂടി നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നിലധികം ഗ്രൂപ്പുകൾ, 2 or 3 ഗ്രൂപ്പ്, അപ്പോൾ അതിൻ്റെ കമ്പൈൻഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമുല കൂടി നോക്കാം. കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, കുറച്ച് കൺഫ്യൂഷൻ വരുന്നതാണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1, 2, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കമ്പൈൻഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല എന്നുള്ളത് റൂട്ട് ഓഫ് n1 ഇൻറ്റു സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 ഇൻറ്റു സിഗ്മ 2 സ്ക്വയർ പ്ലസ് n1 ഇൻറ്റു d1 സ്ക്വയർ പ്ലസ് n2 ഇൻറ്റു d2 സ്ക്വയർ. d2 സ്ക്വയർ ആണ്, d2 സ്ക്വയർ. ഓക്കെ, ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. കുറച്ച് കൺഫ്യൂഷൻ വരുന്നതാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല എന്നുള്ളത്. ഇപ്പോൾ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനകത്ത് n1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ നമ്പറാണ്, ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള നമ്പറാണ് n1 എന്ന് പറഞ്ഞാൽ. സിഗ്മ 1 സ്ക്വയർ എന്നുള്ള ഉദ്ദേശിക്കേണ്ടത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സിഗ്മ 1 സ്ക്വയർ എന്താണ്, ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ദെൻ സിഗ്മ n2 ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ നമ്പറാണ്, സെക്കൻഡ് ഗ്രൂപ്പിനകത്തുള്ള ഒബ്സർവേഷൻ നമ്പറാണ്. ഇവിടെ സിഗ്മ 2 എന്നുള്ള ഉദ്ദേശിക്കുന്നത്
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. പിന്നെ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് D1 ഉണ്ട്. D1 കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 1 2 എന്താണ് എക്സ് ബാർ 1 എന്ന് ഉദ്ദേശിക്കേണ്ടത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ അരിത്തമാറ്റിക് മീനാണ്. എക്സ് ബാർ 1 2 എന്നുള്ളത് കമ്പൈൻഡ് അരിത്തമാറ്റിക് മീനാണ്. ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഉള്ള കമ്പൈൻഡ് അരിത്തമാറ്റിക് മീനാണ് എക്സ് ബാർ 1 2 എന്നുള്ളത്. അതുപോലെ തന്നെ D2 എന്നുള്ളത് എക്സ് ബാർ 2 മൈനസ് എക്സ് ബാർ 1 2 ആണ്. എക്സ് ബാർ 2 എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് മീൻ ഓഫ് ദ സെക്കൻഡ് ഗ്രൂപ്പ് മൈനസ് കമ്പൈൻഡ് അരിത്തമാറ്റിക് മീൻ, അതാണ് എന്ത് എക്സ് ബാർ 1 2 എന്നുള്ളത്. ദെൻ താഴെയുള്ള N1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ നമ്പറാണ്, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഒബ്സർവേഷൻ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും ഇന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിൽ ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 2/3 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് 4/5 ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻ ദ കേസ് ഓഫ് നോർമലി ആണ് ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി മറ്റൊരു ഭാഗമാണ് നോക്കുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സല്യൂട്ട് മെഷറാണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് മെഷർ കറസ്പോണ്ടിങ് ടു ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്ത്, കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്നുള്ളത്. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്താണ്, റിലേറ്റീവ് മെഷറാണ്. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബാർ അരിത്തമാറ്റിക് മീൻ ഇൻറ്റു 100. ഇതാണെന്ത്, റിലേറ്റീവ് മെഷർ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മെഷറാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ റിലേറ്റീവ് മെഷറാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുലയാണ് സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100 എന്നുള്ള. ദെൻ നെക്സ്റ്റ് ഒരു ഭാഗം കൂടി നോക്കാം, വാരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് കാൾ പിയേഴ്സനാണ്. 1893 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ വാരിയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് 1918 R.A. ഫിഷറാണ്. ചിലപ്പോൾ ഇത് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. R.A. ഫിഷറാണ് കൊണ്ടുവന്നിട്ടുള്ളത് വാരിയൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ആ വാരിയൻസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് തൻ്റെ സ്ക്വയർ എടുത്താൽ എന്ത് വാരിയൻസ് ആയി. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ് വാരിയൻസ് ആയിരിക്കും അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വാരിയൻസ് ആയിരിക്കും. അതായത് വാരിയൻസ് ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. നമുക്ക് അഡോപ്റ്റ് ചെയ്ത് ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് മൈനസ് എക്സ് ബാർ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ അതിൻ്റെ സിഗ്മ ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ ഡിസ്ക്രീറ്റ് സീരീസിനകത്തും കണ്ടിന്യൂസ് സീരീസിനകത്തും വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ
എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഒന്നുകൂടി പറയുന്നു. അതായത് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു ഐ. ഇതായിരിക്കും ഡിസ്ക്രീറ്റ്നെസ് കേസിലും കണ്ടിന്യൂസ് സീരീസിനകത്ത് വാരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല എന്നുള്ളത്. അല്ലെങ്കിൽ സാധാരണ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താലും എന്ത് കിട്ടി നമുക്ക് വാരിയൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരമായിട്ടുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.